ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ രാത്രി സമയം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അടുത്തുള്ള കരിമുട്ടത്തമ്പലത്തിലോട്ട് ഗാനമേളയാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും, അതേപോലെ കുണ്ടും കുഴികളും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള അമ്പലമാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഉത്സവമൊക്കെ നടന്ന സമയത്ത്, അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന ടൈം ആയതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മൾ വേണ്ട സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, കാണാൻ നല്ല രസമുള്ളൊരു അമ്പലം. അപ്പോൾ ഗാനമേള എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടുള്ളൊരു ഗാനമേളയാണ്, പക്ഷേ വമ്പൻ സെറ്റപ്പിലുള്ള ഗാനമേളയായിരുന്നു. അത്യാവശ്യം നല്ല ജനം ഉണ്ടായിരുന്നു, അതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കിനും ഫ്രണ്ട് റോയിൽ ആളുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറകിലിരിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ കുറേ സീറ്റൊക്കെ അധികം കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഗാനമേള സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും പുറകിൽ മൊത്തത്തിൽ ഫില്ലായിട്ടുണ്ട്. ഇരിക്കാനും ആ ഇട്ടാക്കുന്ന ചെയറിൽ അപ്പുറം ഇപ്പുറമായിട്ട് സെക്ഷൻ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ മൊത്തം ആൾ ഇരുന്നുകയും ചെയ്തു. അതേപോലെ തന്നെ പിന്നെ ആളുകൾ നിൽക്കാനും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഗാനമേളയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു ഭക്തിഗാനമായിരുന്നു, ദേവൻ അമ്പരന്ന് നിൽക്കുമായിരുന്നു. പിന്നെ മറ്റ് ഗാനമൊക്കെ തുടങ്ങിയപ്പോഴത്തേനും ദേവൻ ചെറുതായിട്ടൊക്കെ തുള്ളക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആൾക്ക് ഉറങ്ങാനുള്ള സമയമൊക്കെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പെട്ടെന്നാണ് ദേവൻ ഉറക്കം വരുന്നത്. അതുകൊണ്ടൊരു ചെറിയ ബൈക്ക് യാത്ര കഴിഞ്ഞ് നമ്മൾ വന്നുകൊണ്ട് ദേവൻ ഉറങ്ങാനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റേജിന് നേരെ തന്നെ എൻ്റെ ഒരു സുന്ദരിക്കുട്ടി രണ്ട് സൈഡും കൊമ്പൊക്കെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് ആളുടെ തല കൊണ്ട് ചെറിയ ഭാഗങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഗാനമേള സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് തുള്ളലൊക്കെ തുള്ളിക്കഴിഞ്ഞപ്പോൾ ദേവന് വിശക്കുന്നു. അപ്പോൾ അച്ചാച്ചയും കൊണ്ട് ദേവൻ കടയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് വേണ്ട ഒരു കൊച്ചു കുട്ടിക്കുറുമ്പി ബാഗൊക്കെ ഇട്ട് അവിടെ നിൽപ്പുണ്ട്. ആളാകെ ഇച്ചിരി ഉള്ളൂ, പക്ഷേ ഗാനമേള കാണാൻ വന്നതാണ്. നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ആൾ കൈയൊക്കെ അടിച്ച് അവിടെ രസിച്ച് നിൽപ്പുണ്ട്. ലാസ്റ്റ് വരെ ഉറങ്ങിയിട്ടില്ല, മൊത്തം കണ്ടിട്ടാണ് ആളവിടെ ഇരുന്നത്. അപ്പോൾ ഗാനമേളയോടൊപ്പം തന്നെ അവർ അടിപൊളിയായിട്ട് ഭയങ്കര എനർജറ്റിക്കായിരുന്നു. അവർ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടായിരുന്നു. പിന്നെ വെളിയിലോട്ട് ഇറങ്ങി വന്ന് ഓഡിയൻസിൻ്റെ ഒക്കെ അവിടെയൊക്കെ നിന്ന് അവർ കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര എനർജറ്റിക് ലെവലുള്ള കുറേ ടീമായിരുന്നു. അപ്പം മൊത്തത്തിൽ അവർ 7, 5, 6 എങ്ങാണ്ട് പേരേ ഉള്ളായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് പാട്ടുണ്ടായിരുന്നു. ഹിറ്റ് സോങ്സും ഡെപ്പാങ്കുത്തി ടൈപ്പും അതുപോലെ തന്നെ മെലഡി ടൈപ്പും. അപ്പോൾ ദേവൻ കഴിപ്പും കുടിയും ഒക്കെ തുടങ്ങി അവിടെ അങ്ങ് ആസ്വദിച്ചിരുന്ന് അങ്ങ് കാണുമായിരുന്നു. അയാൾ മൊത്തത്തിൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മമാരുടെ മുഖത്തൊക്കെ ഒരു ചെറിയ സന്തോഷം കണ്ടില്ല. അവർ ചെറുതല്ല, നല്ല സന്തോഷമായിരുന്നു, തലയൊക്കെ ആട്ടുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ കലാഭമണിയുടെ പാട്ടെന്ന് വെച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ നാടൻ പാട്ടും എല്ലാം കൂടി കയറ്റിയിട്ടായിരുന്നു പാടുന്നത്. നാടൻ പാട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും ഭയങ്കര എനർജി എന്ന് പറയുമ്പോൾ അവിടുത്തെ പെൺപിള്ളാരുടെ എനർജിയാണ് എനർജി. നേരത്തെയൊക്കെ പണ്ട് നമ്മൾ ഗാനമേളയ്ക്കൊക്കെ ആൺപിള്ളേരായിരുന്നു കൂടുതലും ഡാൻസ് കളിക്കുന്നത്, കൂടുതലെന്നല്ല ആൺപിള്ളേരായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി പെൺപിള്ളേരുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി എനർജി ആയിരുന്നു. പിള്ളേർ ആദ്യം മുതൽ തുള്ളാൻ തുടങ്ങിയതാണ്, അവസാനം തീരുന്നിടം വരെ അടിപൊളിയായിട്ട് തുള്ളി. അതുകൊണ്ട് ഇത് ഏറ്റവും അവസാന ഗാനമായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ആ സീറ്റിൽ നിന്ന് എണ്ണീറ്റ് വെളിയിലോട്ട് ഇങ്ങ് വന്നു. അവിടെ വന്ന് ഇപ്പുറത്തെ വശം നോക്കിയപ്പോഴാണ് ആൺപിള്ളേർക്ക് സെപ്പറേറ്റ് ആയിട്ട് തുള്ളാനുള്ള ഭാഗം അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ അതിരി തുള്ളക്കം വേറെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പെൺപിള്ളേരുടെ ഡാൻസിനോടൊപ്പം തന്നെ അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡായിട്ട് അവർക്ക് പ്രത്യേക സെക്ഷനുണ്ട്. അവിടെ കഴിഞ്ഞാൽ ഭയങ്കര പൂരക്കളി. അതിനിടയ്ക്ക് കൂടെ വിഷ്ണു ചേട്ടനെയും കൂടി അവർ ഇടയ്ക്ക് ഇറക്കിയിട്ടുണ്ട്. വിഷ്ണു ചേട്ടൻ കൊണ്ട് ചുമപ്പും കറുപ്പും ബെന്നിനൊക്കെ ഇട്ടുണ്ട്. അതിനിടയ്ക്ക് പോയി ഭയങ്കര തുള്ളക്കോ 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്ക് ശ്വാസം മുട്ടുന്നു. പിന്നെ കളിക്കാതിരുന്നത് ചെരുപ്പ് പൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അടിപൊളി ഗാനമേളയായിരുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ ബൈ.